സൗദി അറേബ്യയിലെ ദമാമിന് സമീപം ജുബൈൽ ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. തലശ്ശേരി സ്വദേശി സജീം ഖാലിദ്, കണ്ണൂർ ചെറുകുന്ന് സ്വദേശിയായ ശ്രീലേഷ് ലക്ഷ്മൺ എന്നിവരാണ് മരിച്ചത്. റാസന്നൂരയിൽ നിന്നും ദമാമിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് യുവാക്കളുടെ കാർ അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേർന്നുണ്ട്. ഷിൻസ്, ഇപ്പോൾ വരുന്ന ഒരു ദാരുണമായ വിവരമനുസരിച്ച് സൗദി അറേബ്യയിലെ ദമാമിന് സമീപം ജുബൈൽ ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. തലശ്ശേരി സ്വദേശി സജീം ഖാലിദ്, കണ്ണൂർ ചെറുകുന്ന് സ്വദേശിയായ ശ്രീലേഷ് ലക്ഷ്മൺ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങൾ ഷിൻസ്. സൗദി അറേബ്യയിലെ ദമാമിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. വാഹനാപകടത്തിൽ 2 മലയാളികളാണ് മരിച്ചത്. 2 പേര് കണ്ണൂർ സ്വദേശികളാണ്. കണ്ണൂർ തലശ്ശേരി മണോലി സ്വദേശി സജീവ്, കണ്ണൂർ ചെറുകുന്ന് കണ്ടുകുളത്തിൽ ശ്രീലേഷ് എന്നിവരാണ് മരിച്ചത്. ദമാമിന് സമീപം ആയിരുന്നു അപകടം. ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. ദമാം 20 വർഷത്തിലേറെയായി സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന സജീവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു ശ്രീലേഷ്. റാസ്തന്നൂരിൽ നിന്ന് ദമാമിലേക്ക് യാത്ര ചെയ്യാൻ ഇവരുടെ കാറിലേക്ക് സ്വദേശി യുവാവിന്റെ അമിത വേഗതയിലെത്തിയ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ പലതവണ മറിഞ്ഞ് റോഡിലെ താഴ്ചയിലേക്ക് പതിച്ചു. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും പുറത്തെടുത്തുവെങ്കിലും സജീവ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശ്രീലേഷിനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും 20 താമസ സ്ഥലത്ത് എത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് പോലീസിൽ നിന്ന് മരണവരെല്ലാവരും അറിയുന്നത്. നിലവിൽ ഇവരുടെ മൃതദേഹങ്ങൾ സത്തീപ് സെൻട്രൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിയമനടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. സജീവിന്റെ മൃതദേഹം ദമാമിൽ തന്നെ കബറടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ശ്രീലേഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഇതോടൊപ്പം തന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീലേഷിന്റെ സഹോദരൻ 5 വർഷം മുൻപ് ഇതേ ദിവസം തന്നെയായിരുന്നു ഒരു അപകടത്തിൽ മരിച്ചത്. സഹോദരന്റെ 5ാം ചരമവാർഷികത്തിലാണ് ശ്രീലേഷിനും ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും മലയാളികളിൽ സംഭവിച്ച പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് സൗദിയിലെ ദമാമിൽ നിന്ന് വന്നിരിക്കുന്നത്. വ്യക്തമാണ്. സൗദി അറേബ്യയിലെ ദമാമിന് സമീപം ജുബൈൽ ഹൈവേയിലാണ് വാഹനാപകടം ഉണ്ടായത്. 2 മലയാളികൾ മരിച്ചുവെന്ന വാർത്തയാണ് ഷിൻസ് സെബാസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്തത്.